Hi friends, welcome to Everyday I'm Calculating. തിരുവനന്തപുരം LDC എക്സാമിന് ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡനുകളാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംവിധാനങ്ങളാണ് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇൻസിറ്റു കൺസർവേഷനുകൾക്ക് ഉദാഹരണങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നിവ. അവയിൽ വന്യജീവി സങ്കേതങ്ങൾ എന്നാൽ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. ഇരവികുളം സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ ഇവയൊക്കെ തന്നെ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപപ്പെട്ടിരിക്കുന്നവയാണ് നാഷണൽ പാർക്കുകൾ. ഇരവികുളം സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവ കേരളത്തിലെ നാഷണൽ പാർക്കുകളാണ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകളായി പരിഗണിക്കപ്പെടുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിനൊരു ഉദാഹരണമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിശാലമായ ഭൂപ്രദേശങ്ങളെയാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറയുന്നത്. നീലഗിരി, അഗസ്ത്യമല എന്നിവ ബയോസ്ഫിയർ റിസർവുകൾക്ക് ഉദാഹരണങ്ങളാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിശാലമായ ഭൂപ്രദേശങ്ങളെയാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറയുന്നത്. നീലഗിരി, അഗസ്ത്യമല എന്നിവ ബയോസ്ഫിയർ റിസർവുകൾക്ക് ഉദാഹരണങ്ങളാണ്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളെയാണ് കാവുകൾ എന്ന് പറയുന്നത്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് കാവുകൾ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ്
ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ഹോട്ട്സ്പോട്ടുകളാണ് പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല എന്നിവ. അടുത്തത് എക്സിറ്റു കൺസർവേഷൻ ആണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ എന്നിവ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും അവയുടെ വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും സുവോളജിക്കൽ ഗാർഡനുകൾ ഉണ്ട്. ഇവിടെ മൃഗങ്ങളെയാണ് സംരക്ഷിക്കുന്നത് എങ്കിൽ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ ഉൾപ്പെടുന്ന അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്ക് ഉദാഹരണങ്ങളാണ്. മറ്റൊരു എക്സിറ്റു കൺസർവേഷൻ രീതിയാണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജീൻ ബാങ്കുകൾക്ക് ഉദാഹരണം ആണ്. 8ാം ക്ലാസ് ബയോളജിയിലെ വൈവിധ്യം നിലനിൽപ്പിന് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. അടുത്ത ചോദ്യം, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയാണ് രക്തം എന്ന് പറയുന്നത്. അപ്പോൾ ജന്തുകലകളെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആവരണകല, നാഡീകല, പേശീകല, യോജകകല. ജന്തുകലകളെ ആവരണകല, നാഡീകല, പേശീകല, യോജകകല എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആവരണകല എന്ന് പറയുന്നത് ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന കലയാണ് ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നത് ആവരണകലയാണ്. അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നത് ആവരണകലയാണ്. സംരക്ഷണം, ആഗീരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആവരണ കലയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലകളാണ്. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലയാണ് പേശീകല അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂ. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലയാണ് പേശീകല. ശരീരചലനം സാധ്യമാക്കുന്നത് പേശീകലകളാണ്. അടുത്തത് യോജക കലയാണ്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കലകൾ എന്ന് പറയുന്നത്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവയെല്ലാം യോജക കലകളാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ യോജക കലകളാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. നാരുകല ഇതര കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന യോജക കലയാണ് രക്തം എന്ന് പറയുന്നത്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന യോജക കലയാണ് രക്തം എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചത്. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയാണ് രക്തം എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ധർമ്മമാണ്
യോജക കലകൾ നിർവഹിക്കുന്നത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ. ആദ്യത്തെ ചോദ്യം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് എന്നായിരുന്നു. അതും ഈ ഒരു പാഠഭാഗത്തിൽ നിന്നാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നവയാണ് സ്നായുക്കൾ. കണ്ണുകളെയും വൃക്കകളെയും ഒക്കെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? നാരുകലകളാണ്. അപ്പൊ ഈ ഒരു പാഠഭാഗം 8ാം ക്ലാസ്സിലെ തന്നെയാണ്. 8ാം ക്ലാസ്സിലെ കോശജാലങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് ഇത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവമാണ് കരൾ എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിലെ വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്ന പാഠഭാഗത്തിലാണ് കരളിനെ കുറിച്ചൊക്കെ വിശാലമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്ന അവയവമാണ് കരൾ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത് കരളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ് എന്നാണ് ചോദ്യം. കരളാണ്. സെന്റൻസ് അതുപോലെ തന്നെ എടുത്തിരിക്കുകയാണ്. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. ഇവയുടെ ഉപാപചയ പ്രവർത്തന ഫലമായി നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയയെ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയയായി മാറുന്നു. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് എൻസൈമുകളുടെ സഹായത്തോടുകൂടി എന്തായി മാറുന്നു? യൂറിയയായിട്ട് മാറുന്നു. വിഷവസ്തുക്കളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം കരളിന്റെ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. എന്നാൽ കരളിന് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട്. നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുള്ള കോശങ്ങളാണ് കരളിലെ കോശങ്ങൾ. പുനരുൽപാദന ശേഷിയുള്ള കോശങ്ങളുള്ള ശരീരഭാഗം ഏതാണ്? കരളാണ്. അപ്പൊ ഇത് വരുന്നത് 8ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. 8ാം ക്ലാസ്സിലെ വിസർജനം സമസ്ഥിതി പാലനത്തിന്, 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്ന പാഠഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. എന്നാൽ ഈ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാൽ വളർച്ച മുരടിച്ചു പോകുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് വാമനത്വം എന്ന് പറയുന്നത്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ ഭീമാകാരത്വം, സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാൽ വാമനത്വം. ഇനി വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം ഉണ്ടായാൽ മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകാം. ഇതിനെ പറയുന്ന പേരാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുകയാണെങ്കിൽ ശരീര വളർച്ച മുരടിച്ചു പോകുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വാമനത്വം. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം
മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യത്തിനെ പറയുന്ന പേരാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഇത് വരുന്നത് 10ാം ക്ലാസ്സിലെ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന പാഠഭാഗത്തിലാണ്. അടുത്ത ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഏതാണ്? ലൈസോസൈമാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈമാണ്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യന്റെ വായിലുള്ളത്. ഈ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കി തീർക്കുന്നത് ഈ ശ്ലേഷ്മമാണ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം എന്ന് പറയുന്നത്. സലൈവറി അമിലേസിന്റെ ധർമ്മം എന്താണ്? അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റാൻ സഹായിക്കുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന സലൈവറി അമിലേസ് എന്ന രാസാഗ്നിയാണ്. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. 2024 ഈ ചോദ്യം 2 തവണ ഉണ്ടായിരുന്നു. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. 2023 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? കോട്ടെ ഡൈ ഐവറി അല്ലെങ്കിൽ ഐവറി കോസ്റ്റ് ആണ്. 2024 സൗദി അറേബ്യ ആയിരുന്നു. അടുത്ത ചോദ്യം, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സ്ഥിതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. m എന്താണ്? മാസ് ആണ്. g എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണമാണ്. h ഉയരമാണ്. ഇവിടെ മാസ് എത്രയാണ്? 0.2 കിലോഗ്രാം ആണ്. ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് 9.8 ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്നാൽ ഇവിടെ 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നതിനാൽ നമുക്ക് 10 എന്ന് എടുത്താൽ മതി. ഇൻറ്റു ഉയരം എത്രയാണ്? 1 മീറ്റർ ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 2 ജൂൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഏതാണ്? അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവയ്ക്ക് പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് അപവർത്തനം എന്ന് പറയുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം ഉണ്ടായതായി തോന്നുന്ന പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണവും ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നതിന് കാരണവും സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതുമെല്ലാം അപവർത്തനം എന്ന പ്രതിഭാസം കാരണമാണ്. ഇനി എന്താണ് വിസരണം എന്ന് പറയുന്നത്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനത്തിനെയാണ് വിസരണം എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം എന്ന് പറയുന്നത്. ആകാശ നീലിമയ്ക്കും ആഴക്കടലിന്റെ നീലിമയ്ക്കും കാരണം വിസരണമാണ്. ആകാശം നീല നിറത്തിൽ കാണാനും ആഴക്കടല് നീല നിറത്തിൽ കാണാനും ഒക്കെ കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വിസരണമാണ്.
ദൃശ്യപ്രകാശത്തിൽ വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റ് ആണ്. വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പുമാണ്. ദൃശ്യപ്രകാശത്തിൽ വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വയലറ്റിനാണ്. വിസരണ നിരക്ക് ഏറ്റവും കുറവുള്ളത് ചുവപ്പിനാണ്. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിന്റെ നിറം ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ കാരണമാകുന്ന പ്രതിഭാസം ഏതുതന്നെയാണ്? വിസരണമാണ്. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമനാണ്. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമനാണ്. കടലിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? വിസരണമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലിയാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലിയാണ്. അടുത്തത് പ്രകീർണനം എന്ന പ്രതിഭാസം. എന്താണ് പ്രകീർണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾ വ്യത്യസ്ത അളവുകളിൽ അപവർത്തനം സംഭവിക്കുമ്പോഴാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. ധവള പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസത്തിനെയാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. അടുത്തത് പൂർണ്ണ ആന്തര പ്രതിഫലനം. എന്താണ് പൂർണ്ണ ആന്തര പ്രതിഫലനം എന്ന് പറയുന്നത്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മികൾ പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുന്നതിനെ പറയുന്ന പേരാണ് പൂർണ്ണ ആന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം പൂർണ്ണ ആന്തര പ്രതിഫലനമാണ്. അടുത്ത ചോദ്യം, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസിലെ താപനില എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിൽ തന്നിരിക്കുന്ന താപനിലയിൽ നിന്ന് 32 കുറച്ചതിന് ശേഷം അതിനെ 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലുള്ള താപനില കിട്ടും. ഇവിടെ ഫാരൻഹീറ്റ് സ്കെയിലുള്ളത് എത്രയാണ്? 32 തന്നെയാണ്. 32ൽ നിന്നും 32 പോകുമ്പോൾ 0. അതിനെ 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 5/9 എന്തായി മാറും? 0 ആയിട്ട് മാറും. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓഗസ്റ്റ് 23 ആണ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് 23 ആണ്. എന്താണ് ഓഗസ്റ്റ് 23ന്റെ പ്രത്യേകത? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതിയാണ് 2023 ഓഗസ്റ്റ്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അംശബന്ധത്തിൽ ചേരുന്നതാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സീറോ കാർബണായ നഗരമാണ് സാഞ്ചി. ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം സാഞ്ചിയാണ്. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? സോഡിയം അമാൽഗമാണ് പറഞ്ഞിരിക്കുന്നവയിൽ യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥ ലായനികൾ എന്ന് പറയുന്നത്? അതിസൂക്ഷ്മങ്ങളായ ലീന കണികകൾ ചേർന്ന മിശ്രിതങ്ങളെയാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. അതിസൂക്ഷ്മങ്ങളായ ലീന കണികകൾ ചേർന്നിട്ടുള്ള മിശ്രിതങ്ങളെ പറയുന്ന പേരാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. അല്പം വലിയ ലീന കണികകൾ ചേർന്ന മിശ്രിതങ്ങളെയാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. അല്പം വലിയ ലീന കണികകൾ ചേർന്ന മിശ്രിതങ്ങളെയാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. എന്നാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പം കൂടിയ ലീന കണികകൾ അടങ്ങിയ മിശ്രിതങ്ങളെയാണ് സസ്പെൻഷനുകൾ എന്ന് പറയുന്നത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പം കൂടിയ കണികകൾ അടങ്ങിയ മിശ്രിതങ്ങളെയാണ് സസ്പെൻഷനുകൾ എന്ന് പറയുന്നത്. സസ്പെൻഷനുകൾക്ക് ഉദാഹരണമാണ് ചെളിവെള്ളം എന്ന് പറയുന്നത്. ചെളിവെള്ളം സസ്പെൻഷനുകൾക്ക് ഉദാഹരണമാണ്. പാൽ, കഞ്ഞിവെള്ളം ഇവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? കൊളോയിഡിന് ഉദാഹരണമാണ്. പാൽ, കഞ്ഞിവെള്ളം, മഷി, മൂടൽ മഞ്ഞ് ഇവയൊക്കെ കൊളോയിഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. ചെളിവെള്ളം എന്തിന് ഉദാഹരണമാണ്? സസ്പെൻഷനുകൾക്ക് ഉദാഹരണമാണ്. സോഡിയം അമാൽഗം
പഞ്ചസാര ലായനി, ഉപ്പ് ലായനി ഇവയൊക്കെ യഥാർത്ഥ ലായനികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് 8ാം ക്ലാസ്സിലെ ലായനികൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ് SCERTയിലെ. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ്. നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2023 ലഭിച്ചത്? മൗഗി ജി ബാവേണ്ടി, ലൂയി ഇ ബ്രസ്, അലക്സി എക്കിമോവ്. മൗഗി ബാവേണ്ടി, ലൂയി ഇ ബ്രസ്, അലക്സി എക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടിട്ടാണ് 2023 മൗഗി ജി ബാവേണ്ടി, ലൂയി ഇ ബ്രസ്, അലക്സി എക്കിമോവ് എന്നിവർക്ക് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചവരാണ് പിയറി അഗോസ്റ്റിനി, ഫെറേൻ ക്രൗസ്, ആൻ ലൂലിയർ എന്നിവർ. പിയറി അഗോസ്റ്റിനി, ഫെറേൻ ക്രൗസ്, ആൻ ലുലിയർ എന്നിവർക്കാണ് 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇലക്ട്രോഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പിയറി അഗോസ്തിനി, ഫെറേൻ ക്രൗസ്, ആൻ ലുലിയർ എന്നിവർക്ക് 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമായ ന്യൂക്ലിയോടൈഡ് ബേസ് പരിഷ്കരണങ്ങൾ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിന് കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വിസ്മാൻ എന്നിവർക്ക് 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചവർ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വിസ്മാൻ എന്നിവരാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2023 നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ക്ലോഡിയ ഗോൾഡിന് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? യോൺ ഫോസേക്കാണ്. യോൺ ഫോസേക്കാണ് 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2023 ലഭിച്ചത് ഇറാനിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിക്കാണ്. ഇറാനിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതിയാണ് 2023 ഓഗസ്റ്റ് 23. അപ്പോൾ ഇതിനോടനുബന്ധിച്ചാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാണ്? LV-M3M4 എന്ന വാഹനമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത്. LV-M3M4 ആണ് ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിനായിട്ട് ഉപയോഗിച്ചത്. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5
ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതിയാണ് 2023 ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നത് പി വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ മോഹനകുമാർ ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ് ആണ് ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ. ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ എത്തിയപ്പോൾ ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം എന്താണ്? ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നതാണ് ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് എന്താണ്? വിക്രം ലാൻഡർ എന്നാണ് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര്. റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന് 4 പേലോഡുകളാണുള്ളത്. ചാസ്തേ, രംഭ LP, ഇൽസ, LRA എന്നിങ്ങനെ 4 പേലോഡുകളാണ് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറായ വിക്രം ലാൻഡറിന് ഉള്ളത്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറാണ് വിക്രം ലാൻഡർ. വിക്രം ലാൻഡറിന് 4 പേലോഡുകളാണുള്ളത്. ഏതൊക്കെയാണ്? ചാസ്തേ, രംഭ LP, ഇൽസ, LRA. ചന്ദ്രയാൻ 3ന്റെ റോവറാണ് പ്രഗ്യാൻ റോവർ. പ്രഗ്യാൻ റോവറിന് 2 പേലോഡുകളാണ് ഉള്ളത്. ഒന്ന് ലിപ്സ്, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പി, ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഥവാ APXS എന്നിങ്ങനെ 2 പേലോഡുകളാണ് ചന്ദ്രയാൻ 3ന്റെ റോവർ ആയിട്ടുള്ള പ്രഗ്യാന് ഉണ്ടായിട്ടുള്ളത്. അടുത്ത ചോദ്യം, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം ഏതാണ്? PSLV C-57 എന്ന വിക്ഷേപണ വാഹനമാണ് ആദിത്യ L1ന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗാർ ഷാജിയാണ്. ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗാർ ഷാജിയാണ്. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ SR ബിജു, പ്രൊജക്ട് ഡയറക്ടർ നിഗാർ ഷാജിയാണ്. ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 30 ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് 2023 സെപ്റ്റംബർ 30 ലഗ്രാഞ്ചെ പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6 ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റുകളെയാണ് ലഗ്രാഞ്ചെ പോയിന്റുകൾ എന്ന് പറയുന്നത്. ആദിത്യ L1ന് എത്ര പേലോഡുകളാണ് ഉണ്ടായിരുന്നത്? 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്നാൽ എന്താണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അംശബന്ധത്തിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ലായനിയാണ് രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്ന് പറയുന്നത്.